So the first one, parallel axis theorem. കേൾക്കാലോ അല്ലേ? ഹലോ, എൻ്റെ റേഞ്ച് പോയോ? അടുത്ത സോ പാരലൽ ആക്സിസ് തിയറം ഹെഡിങ് എഴുതിക്കേ. കേൾക്കാവോ? ഞാനൊന്ന് എഴുതിയതായിരുന്നു, അതൊക്കെ കാണാതെ പോയി. പാരലൽ ആക്സിസ് തിയറം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. എന്തെങ്കിലും കൂടത്തെ എഴുതി പോരാ, കാരണം വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയാലേ. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചു ICM പഠിച്ചു അല്ലേ? ICM എന്ന് പറഞ്ഞാൽ എന്നാണ്? സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ത്രൂ സെൻറ്റർ ഓഫ് മാസ്. ഇനി പറയാണ്, എനിക്കൊരു ഇറഗുലർ ഷേപ്പ് ഉള്ളൊരു ബോഡി ഉണ്ട്. ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ സെൻറ്റർ ഓഫ് മാസിലൂടെ ഒരു ആക്സിസ് കടന്നു പോവുക. ഈ ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എനിക്ക് വേണമെങ്കിൽ ICM എന്ന് എഴുതാം, ബിക്കോസ് സെൻറ്റർ ഓഫ് മാസ് ആയതുകൊണ്ട്. ICM ഈസ് ദ സെൻറ്റർ ഓഫ് മാസ്. നമ്മുടെ ചോദ്യം എന്നാണ്? പാരലൽ ആക്സിസ് തിയറം അല്ലേ? ഈ പറയുന്ന ആക്സിസിന് പാരലായിട്ട് എവിടെയെങ്കിലും ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ, ഈ വശത്താകാം ഈ വശത്താകാം, ഇവിടെയാണ് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ വേണം ഒരു പേര് കൊടുത്തേക്കാം, ഓഫ് ദ ആക്സിസ് AB with respect to the axis through the center of mass CD is defined as, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആയിരിക്കട്ടെ, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ത്രൂ AB. AB is equal to I center of mass plus mass into distance of between the axis in the square. മനസ്സിലായി നന്നായിട്ട്? എന്നതാണ് ഇക്വേഷൻ? പാരലൽ ആക്സിസ് തിയറം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ആക്സിസ് ആർക്ക് പാരലാകണം? നമ്മൾ വരയ്ക്കുന്ന ആക്സിസ് ഏത് ആക്സിസിന് പാരലാകണം? CD അല്ലെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് പാരലായിട്ടൊരു ആക്സിസ് വരച്ചാൽ ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കാണണം. ഇവിടെ M എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ടോട്ടൽ മാസ് കേട്ടോ. where M is the mass of the body and A is the distance between center of mass to the parallel axis. ഏത് ആക്സിസ് ആണെങ്കിലും കുഴപ്പമില്ല, അവിടം വരെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ മനസ്സിലായോ? ഇതാണ് പാരലൽ ആക്സിസ് തിയറം. എന്നാൽ ഇന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാവോ? The moment of inertia of a body through an axis parallel to the center of mass is equal to the moment of inertia of the center of mass and the product of the mass and square of the distance between the axis. Clear അല്ലേ? വളരെ കൃത്യമായിട്ട് പറയാം, അങ്ങനെയല്ലേ?
എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയ ആൻസർ. അതൊന്ന് പറഞ്ഞേ, അങ്ങനെ പറയാം. I through any axis AB which is parallel to the center of mass is equal to the moment of inertia through the center of mass plus and the product of the mass of the body to the square of the distance between the axis. ഹലോ, കാർത്തിക് കേൾക്കത്തില്ലെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. സാറേന്ന് വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ സാറിന്റെ കൂടെ പറഞ്ഞു. ഇതാണ് പാരലാക്സ് തിയറി. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലേ ഇതെന്നാന്ന്? നിങ്ങൾ നേരത്തെ പഠിച്ചതായിരിക്കും, പക്ഷെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങ് പഠിക്കുക ചുമ്മാ IAB = ICM + MA². എന്നാന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഞാനൊരു വേറൊരു എക്സാമ്പിളായിട്ട് വേറെണ്ണം വരച്ച് കാണിച്ചു. ഇതാണ് എൻ്റെ ബോഡി. ഇപ്പം ഇങ്ങോട്ടല്ലേ കനം കൂടുതൽ, ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. എന്നാൽ ഇവിടെയാണ് എൻ്റെ ആക്സിസ്. അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ. ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം. ഇതിന് ICM തന്നെയാണ് തന്നേക്കുന്നതെങ്കിൽ ഈ I ഓഫ് AB എത്രയായിരിക്കും? ഹലോ, വീണ്ടും ഔട്ടായിപ്പോയി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ വരച്ചായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്നതാ വരച്ചത്? ഒരു ബോഡി വരച്ചു, അതിന്റെ നടുക്കോടെയുള്ളത് ICM എടുത്തു. അവിടുന്ന് എത്ര മീറ്റർ അകലെയായിരുന്നു ആക്സിസ്? എന്നാ പോട്ടെ, 2 മീറ്റർ ഇരിക്കട്ടെ. ഇതിന്റെ മാസ് 5 കിലോഗ്രാം ആണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ആണെങ്കിൽ ഇതിപ്പം AB എന്ന് പറയുന്ന ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ഇപ്പൊ പറഞ്ഞ തിയറം വെച്ച് എങ്ങനെ എഴുതും? വെരി ഗുഡ്. IAB is equal to ICM plus 5 into 2 square. That is equal to ICM. ICM പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. Plus 5 into 4. That is equal to ICM plus 20. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായോ? എങ്ങോട്ടും ആയിക്കോട്ടെ പാരലൽ ആക്സിസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ആ തിയറത്തിന് എന്നാന്ന് പറഞ്ഞത്? പാരലൽ ആക്സിസ് തിയറം. മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് 2 തിയറും ഉണ്ട്. അതിലെ ആദ്യത്തെ തിയറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, പാരലൽ ആക്സിസ് തിയറം. I is equal to I center of mass plus the product of the mass of the body to the square of the distance of separation between the axis. നന്നായിട്ട് മനസ്സിലായോ? സംശയം ഇല്ലല്ലോ. എവിടെ എങ്ങനെ പാരലായിട്ട് വന്നാലും സെയിം രീതി ചെയ്യുക. നെക്സ്റ്റ് ഹെഡിങ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും അർത്ഥം? 90 ഡിഗ്രിയിലായിരിക്കണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ ഞാൻ ഒരു സർക്കുലർ ബോഡി എടുത്തെന്നിരിക്കട്ടെ, ചുമ്മാ കേട്ടോ, എക്സാമ്പിൾ പറയാൻ വേണ്ടി. എന്നാ ബോഡിയാണല്ലോ, ഇങ്ങനെ ഇരിക്കുവാണേ, ഇങ്ങനെ ഇരിക്കണേ. അതായത് മുകളിലോട്ടൊരു ആക്സിസ് വരയ്ക്കാം. ഇതിന് നടുക്കോടെയാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് മാസ്. വൃത്തായിരുന്നു. ഇതിൻ്റെ നടുക്കോടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഇങ്ങനെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ വേണേ അതിനെ ഞാൻ AB എന്ന് പറയുന്ന ഒരു ആക്സിസിനെടുത്തു. AB എന്ന് പറയുന്ന ആക്സിസ് ഇപ്പൊ ശരിക്കും നമ്മുടെ Z ഡയറക്ഷനല്ലേ കിടക്കണേ?
അല്ല തുളഞ്ഞു കയറി പോകുന്ന ഒരു ആക്സിസ് വേണമെങ്കിൽ ഇസഡിന്ന് എക്സിന് ഏതെങ്കിലും എടുത്ത് ഇസഡിന്ന് എടുക്കാം. ഈ ആക്സിസിന് ഇസഡിന്ന് എടുത്താൽ ഇങ്ങോട്ടുള്ള ആക്സിസിന് എനിക്ക് എക്സ് എടുക്കാലോ. ഇങ്ങോട്ടുള്ള ആക്സിനെയോ വൈ എടുക്കാം. പെർപെൻഡിക്കുലർ ആയി 3 ആക്സിസ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. കൺസിഡർ 3 ആക്സിസ് എക്സ് വൈ and z. Consider the rotation of the body about z axis or AB axis. Then the moment of inertia through AB is equal to perpendicular ആയി കിടക്കുന്ന രണ്ടെണ്ണത്തിന്റെയും moment of inertia കൂട്ടിയാൽ മതി ix plus iy. AB z ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? iz is equal to ix plus iy. This is the perpendicular axis theorem. വളരെ സിമ്പിൾ അല്ലേ? ഒരു ബോഡിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് 3 ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് മറ്റ് 2 ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഇനി ഇത് ഏതൊക്കെ വസ്തുവിന്റെ കേസിലാണ് വാലിഡ് ആകുന്നതെന്ന് ചോദിച്ചാലേ, ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്, ഇതൊരു ബോഡി ഉണ്ടെന്നിരിക്കട്ടെ, ഇത്രയും അതിന് തിക്നെസ് ഉണ്ട്, മനസ്സിലായോ? ഇത്രയും കട്ടിയാണ് ഞാൻ ഈ ഉദ്ദേശിച്ച് വരച്ചതേ, ഇത്രയും കട്ടിയുണ്ട്. ഇപ്പം നമുക്ക് പറയാം പല പല എക്സാമ്പിൾ പറയാം. നാണയാക്കിയില്ലേ, കോയിൻ ഷീറ്റുകളില്ലേ, ഷീറ്റ്, പല പല ഷീറ്റുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക. ഈ കോയിനൊക്കെ ഇങ്ങനെ പല പല ലെയർ ഉണ്ട്, അതിന്റെ ഓരോ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാമിന. എന്നാണ്? ലാമിന ഓഫ് ദ ബോഡീസ്. അങ്ങനെ പല പല തിൻ ലാമിനകൾ അല്ലെങ്കിൽ പാളി എന്നാണ് പറഞ്ഞത്. പാളി എന്ന് പറയാം, പാളികൾ, അടുക്കുകൾ, അങ്ങനെയൊക്കെ ചേർന്നുണ്ടാകുന്ന ബോഡിക്ക് വി ക്യാൻ അപ്ലൈ ദ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നമ്മുടെ മറ്റേ ഡിസ്ക് ഒക്കെ ഇല്ലേ, എറിയുന്ന ഡിസ്ക് ഒക്കെ, ഡിസ്ക്, പിന്നെ സർക്കുലർ റിങ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ റിങ് പറ്റിയല്ല, റിങ്ങിനകയില്ല. ഡിസ്ക് ഇല്ലേ, നമ്മുടെ ഈ ഇങ്ങനെ എറിയുന്ന സാധനം ഇല്ലേ, ഷോർട്ട് പുട്ട് അല്ലാതെ വേറെ ഒരെണ്ണം, അതിനെ വേറെന്നായിരുന്നു, ഡിസ്കസ് ത്രോ. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഡിസ്ക് എറിയുന്ന, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിരലിനകത്ത് വെച്ച് ചൊറ്റിയർ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലാമിന ഓഫ് ദ ബോഡി. വീണ്ടും പോയല്ലേ? സോ ഒന്നുകൂടെ പറയാം, നിങ്ങളത് എഴുതിയായിരുന്നു ഐ എ പ്ലസ് ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന്. കേൾക്കത്തില്ലേ? ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ നെറ്റ് കിട്ടുമോന്ന്. നെറ്റിന്റെ പ്രോബ്ലം ആക്ച്വലി. ഹലോ, കേൾക്കാവോ? കേൾക്കാവോ? ഹലോ, കേക്കാം കേക്കാം. എന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തീർക്കൂ. അപ്പൊ ആകാശം ഇടിഞ്ഞു പഠിപ്പിച്ച് തീർത്തിട്ടേ പോവുള്ളൂ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാല് ഒന്നോടെ പറയണോ, നമുക്ക് ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പ് ബോഡി ഉണ്ടെങ്കിൽ, ഹലോ കേൾക്കാവോ? അത് പല ലാമിനകൾ ഉണ്ടാക്കി. ക്ലിയർ ആകുന്നില്ലല്ലേ? കട്ടായി പോ. എന്നാ ഒരു കാര്യം ചെയ്യൂ. ഹലോ, നിങ്ങൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വരെ എഴുതി അവിടെ കൊണ്ട് നിർത്തിയേക്കാവോ?
ഇവിടെ ഒട്ടും സ്പീഡും കിട്ടുന്നില്ല. ഹലോ